അങ്ങനെ നമ്മൾ അമ്പലമില്ലാതെ ആൽത്തറയിൽ രണ്ട് മൂന്നിടത്ത് നമുക്ക് ഓച്ചിറ തൊഴണം. അപ്പോൾ പാട്ടൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതൊക്കെ തൊഴുതിട്ട് നേരെ തിരിച്ച് നമ്മൾ അയ്യപ്പനും ലക്ഷ്മിയും ഒക്കെ ഇരിക്കുന്നിടത്തോട്ട് വന്നു കേട്ടോ, ഗണപതി. അപ്പോൾ ആ വഴിയോരത്തെ തിരക്കാട്ടോ നിങ്ങൾ കാണുന്നത്. ഈ പറഞ്ഞതുപോലെ നമുക്ക് അവിടെ നോക്കിയാൽ എല്ലാവരെയും കാണാൻ പറ്റും കേട്ടോ. അത് തൊഴാൻ വരുന്നവർ മാത്രമല്ല, ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഫുഡൊക്കെ വാങ്ങി കഴിക്കുക അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ ഈ കൊക്കപ്പനും ഞാനും കൂടെ അയ്യപ്പനെയൊക്കെ കണ്ട് തൊഴുതിട്ട് ചെറിയൊരു സെൽഫി വീഡിയോ കേട്ടോ ഇത്. അതിനുശേഷം ഇത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇതാണ് ഓച്ചിറയിലെ അടുത്ത നൊക്ലാച്ചി കേട്ടോ. ഇത് മറ്റേ അച്ചാണ് മൈലാഞ്ചി. അത് ഭയങ്കര കെമിക്കലാണെന്ന് കേട്ടോ പറയുന്നത്. പണ്ട് പക്ഷേ കുഞ്ഞിൽ ഇതൊക്കെ നമുക്കൊരു വികാരമായിരുന്നല്ലോ. പിന്നെ നേരെ വന്നൊരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചു കേട്ടോ. അതിനകത്ത് മധുരം ചേർത്തിട്ടുണ്ടോ പോലെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ റോ ആയിട്ടുള്ള കരിമ്പിൻ ജ്യൂസാണ് ഇഷ്ടം. പിന്നെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഷെയർ ചെയ്തേ. കണ്ണന് വേണ്ടാന്ന് പറഞ്ഞു. ഗോക്കപ്പന് പിന്നെ ജ്യൂസിൻ്റെ ആളാട്ടോ. ഏത് ജ്യൂസ് കൊടുത്താലും ഗോക്കപ്പൻ കുടിച്ചോളും. ആ ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ മുക്കാൽ ഭാഗവും അവൻ തന്നെ കേട്ടോ കുടിച്ചത്. കുറച്ചൊക്കെ എനിക്കും തന്നു, ബാക്കി അവനും കുടിച്ചു. കാരണം അത്രയ്ക്ക് നമ്മൾ എന്നുവെച്ചാൽ വെയിലൊന്നും ഇല്ലെങ്കിൽ ഇത്രയും ആൾക്കാരൊക്കെ കൂടുന്നുണ്ടും ഇത്രയും കടകളൊക്കെ ആയതുകൊണ്ട് എപ്പോഴും അവിടെ ഒരു ആവിയും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ക്ഷീണിക്കും കേട്ടോ. അങ്ങനെ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ച്